ഹായ് നമസ്കാരം. ഒരു ആശംസാ പ്രസംഗം എങ്ങനെ എളുപ്പത്തിൽ പറയാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു ആശംസാ പ്രസംഗം 3 മുതൽ 5 മിനിറ്റ് വരെ മാക്സിമം സമയത്തിനുള്ളിൽ നമ്മൾ തീർക്കണം. ആശംസ പറയുമ്പോൾ അധ്യക്ഷൻ തരുന്ന സമയത്തിനുള്ളിൽ തന്നെ ആശംസാ പ്രസംഗം തീർക്കണം. ആശംസാ പ്രസംഗത്തിൽ നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്ന ആളുകൾ എത്രയുണ്ട് എന്നതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നിർബന്ധമാണ്. വേദിയിലിരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും പേര് നിങ്ങൾക്ക് പറയാനുള്ള സമയമില്ലെങ്കിൽ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തുടങ്ങാം. അല്ല, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് വേദിയിലിരിക്കുന്ന ആളുകളുടെ പേര് പറയാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ നിങ്ങൾക്ക് ആശംസ പറയാനുള്ള സമയം അതിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സമയത്തിനനുസരിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രസംഗത്തെ ക്രമീകരിക്കും. ഒരു കവിവചനമോ അല്ലെങ്കിൽ ഒരു മഹാനായ വ്യക്തിയുടെ വീക്ഷണങ്ങളോ ഇല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്കുകളോ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആശംസാ പ്രസംഗം വേണമെങ്കിൽ തുടങ്ങാം. ആശംസാ പ്രസംഗത്തിൻ്റെ ആദ്യവും അവസാനവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളുകളെ പിടിച്ചിരുത്താൻ നിങ്ങളുടെ ആശംസാ പ്രസംഗത്തിന് കഴിയണമെങ്കിൽ ആദ്യത്തെ ഒരു 10 സെക്കൻഡും അവസാനത്തെ ഒരു 10 സെക്കൻഡും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ നിങ്ങളുടെ ആശംസാ പ്രസംഗത്തിൻ്റെ മോഡുലേഷൻ ക്രമീകരിക്കണം. അതോടൊപ്പം ആദ്യമായിട്ട് ആശംസാ പ്രസംഗം പറയുന്നവരാണെങ്കിൽ നിങ്ങളിതൊരു അവസരമായിട്ടെടുത്ത് നിങ്ങളുടെ സഭാകമ്പം ഒഴിവാക്കാൻ നിങ്ങളെ കൊണ്ടതിൽ സാധിക്കും. ഉദ്ഘാടന പ്രസംഗത്തിനും മുഖ്യപ്രഭാഷണത്തിനും ശേഷമായിരിക്കും ആശംസാ പ്രസംഗം സാധാരണയായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കും. അധ്യക്ഷൻ, ഉദ്ഘാടകൻ, സ്വാഗത പ്രസംഗകൻ എന്നിവർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നീട് സംഘടനയുടെ ഭാവിയെക്കുറിച്ചോ അതോടൊപ്പം ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോ അവർ പറയാത്ത ചില കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ ആശംസാ പ്രസംഗം വളരെ ഭംഗിയായി നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയും. നന്ദി, നമസ്കാരം.